നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്നറിയാവും? ഈ കാണുന്ന ചില മരവാണങ്ങളാണ്. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ പച്ചയ്ക്ക് വർഗീയത കുത്തി നിറയ്ക്കുന്ന ഇതുപോലത്തെ ക്ഷുദ്രജീവികൾ നമ്മുടെ കേരള പൊതുസമൂഹത്തിന് മാനക്കേടും അപമാനവുമാണ്. കഴിഞ്ഞ ദിവസം പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ചിട്ട് ഈ വിഷപ്പാമ്പ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും. അത് കേവലം ഒരു പി കെ കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കമാണ് ഈ വൃത്തികെട്ട വിഷജന്തു, അല്ലെങ്കിൽ ഹൈന്ദവർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന, ഹൈന്ദവന്റെ അട്ടിപ്പേർ അവകാശം ഏറ്റു നടക്കുന്ന പറയുന്ന ഈ വൃത്തികെട്ട ജന്തു ഈ ഹൈന്ദവ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അപമാനവും നാണക്കേടുമാണ്. ഇതുപോലത്തെ ഒരു വിഷജീവി ഇനി ഭൂമിയിൽ പിറക്കാനില്ല എന്ന് തന്നെ വേണം പറയാൻ. UDF 102 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് സംഘപരിവാർ വേട്ടാവളിയന്മാർക്കും വേട്ടാവളിയത്തിമാർക്കൊക്കെ വല്ലാത്ത ചൊറിച്ചിലും കടിയ. മലൻ ടിവിയിലൊക്കെ അനിൽ നമ്പ്യാർ കടന്ന് തൂറി മെഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു സമുദായത്തെ അന്ധമായി മറ്റിതര സഹോദര സമുദായങ്ങളുടെ മനസ്സിലേക്ക് പച്ചയ്ക്ക് വർഗീയത കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ സെപ്റ്റി ടാങ്കിനകത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനത്തെ കുറെ വേട്ടാവളിയന്മാരും വേട്ടാവളിയത്തിമാരൊക്കെ. കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഇറങ്ങി ഈ വിഷപ്പാമ്പുകളൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം അധികരിച്ചിരിക്കുക. കാരണം അതുപോലെ ഈ ഭൂമിക്ക് ഭാരമായിട്ടാണ് ഇതുപോലുള്ള ചില വാഴകൾ ഇരുന്നുകൊണ്ട് ഇമ്മാതിരി കൊണയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം UDF ഭാഗമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വക്താക്കൾക്ക് 5 മന്ത്രിസ്ഥാനം കൊടുക്കും. ഇപ്പം വിദ്യാഭ്യാസമായിക്കോട്ടെ അല്ലെങ്കിൽ ആഭ്യന്തരമായിക്കോട്ടെ, ഇതൊക്കെ അവർ തമ്മിൽ ചർച്ച ചെയ്ത് അങ്ങ് തീരുമാനിച്ചോളും. ഇതിന്റെ ഇടയിൽ കയറിയിട്ട് ഈ വിഷജീവികൾക്ക് അഭിപ്രായം പറയേണ്ട എന്ത് കാര്യം? ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഒരു സർക്കാരിന്റെ ഭാഗമുള്ള അവർക്ക് എന്ത് കൊടുക്കണം, അവരെന്ത് മേടിക്കണം എന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുന്ന. ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവ സമൂഹം, ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ AK ആന്റണി, ഇവരൊക്കെ മുഖ്യമന്ത്രിയായിട്ടും ഉപമുഖ്യമന്ത്രിയായിട്ടൊക്കെ കേരളത്തിൽ ഇരുന്നില്ലേ? അന്നേരം ആർക്കും ചൊറിച്ചിലൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വരുമ്പോൾ മാത്രം ഇവരുടെയൊക്കെ ചിന്താഗതി പാകിസ്ഥാൻ ചിന്താഗതിയാണ്, ഇവരുടെ ബ്ലഡ് ഇന്ത്യയെ വെട്ടിമുറിച്ച പാകിസ്ഥാനിൻ്റെ ആൾക്കാരുടെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു മെഴുകുന്ന ഇതുപോലുള്ള മരവാണങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വേണം മറുപടി കൊടുക്കാൻ. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ഷെഫീന ബീബി ഇല്ലേ? ഷെഫീന ബീബി കൊടുക്കുന്ന മറുപടി എൻ്റെ പ്രിയപ്പെട്ടവരെ മിസ് ചെയ്യരുത്. കേൾക്കുക, കേട്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, നമ്മുടെ വിഷകലയുടെ ഒരു പുതിയ വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതിൽ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. 100% വർഗീയത മാത്രം ഛർദ്ദിക്കുന്ന ഒരു വൃത്തികെട്ട പാർട്ടിയാണ് BJP എന്നും BJP അനുകൂലിയായ ഈ സാധനത്തിന് കാരണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ BJP വെറുക്കണമെന്നുള്ളതാണ് വസ്തുത. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം. കുഞ്ഞാലിക്കുട്ടി എന്താ ഇന്ത്യൻ അല്ലേ? കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആയിക്കൂടെ? അല്ല. കാരണം ഈ പാരമ്പര്യവും ഈ രക്തവുമാണ് അവരുടെ സിരകളിൽ ഒഴുകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ആധാർ കാർഡ് ഉണ്ടായതുകൊണ്ടോ, ഇന്ത്യയിലെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ടോ അവർക്ക് മറ്റുള്ളവരെ പോലെ മുഖ്യമന്ത്രിയാകാനുള്ള അവകാശം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് തൊണ്ട തൊടാതെ വീഴുന്നല്ലേ ബുദ്ധിമുട്ടുണ്ട്. അത് ഈ ചരിത്രം അറിയാവുന്നതുകൊണ്ടാണ്. സത്യത്തിൽ ഈ സ്ത്രീക്ക് എന്താണെന്ന് അറിയാമോ? ഈ സ്ത്രീക്ക് ഏതോ ഒരു മുസ്ലിം തന്നെയാണ്, ഉറപ്പാണ്. ഏതോ ഒരു മുസ്ലിം നല്ല കളി തള്ളക്ക് അങ്ങോട്ട് ഒത്തില്ല. ഒന്നുകിൽ കഴിച്ച് കാണും, പിന്നെ ഇത്രയും വിഷമായ ഒരു സാധനം അവന് വല്ല അസുഖവും പിടിച്ചു കാണും. അതുകൊണ്ട് അയാൾ പിന്നെ വന്ന് കാണത്തില്ല. അതിന്റെ കുത്തിക്കഴപ്പായിരിക്കും തള്ള കാണിക്കുന്നത്. നടത്തി അത് സക്സസ് ആവാതിരിക്കുകയോ ാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണിക്കുന്ന കുത്തിക്കഴപ്പാണ് തള്ള ഇത് പറയണത്. സോറി ടു സേ, ഇത്തരത്തിലുള്ള ലാംഗ്വേജ് അല്ലാതെ ഈ തള്ളക്കെതിരെ പറയാൻ ഒന്നും തോന്നിയിട്ടില്ല. എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ് ആണ് പറയണതെന്ന് ഓർത്ത് വയ്ക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടത്. നമ്മൾ സാധാരണ ജനങ്ങൾക്കും കേസ് കൊടുക്കാൻ പറ്റും. കാരണം ജനാധിപത്യ വിരുദ്ധം എന്നതിനപ്പുറം നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈ സ്ത്രീ പച്ചക്കിരുന്ന് പറയുകയാണ്. പച്ചയ്ക്ക് വർഗീയത പറയുകയാണ് ഇരുന്നിട്ട്. എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇപ്പൊ നമ്മുടെ രാജ്യത്തെ പൗരനാണ് കുഞ്ഞാലിക്കുട്ടി ആകട്ടെ, ആ കമ്മ്യൂണിറ്റിയിലുള്ള ഓരോ മനുഷ്യരും ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്ക് എന്ത് റൈറ്റ്സ് ആണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആകാനുള്ളതെന്നുള്ള ചോദ്യം ചെയ്യലാണ് അവൾ നടത്തുന്നത്. ഈ തള്ളയ്ക്ക് അറിയത്തില്ലേ എന്താണ് റൈറ്റ്സ് എന്ന്? ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്തെങ്കിലും അറിയാമോ? എന്താണ് നിയമം എന്നറിയാം? എന്താ വ്യവസ്ഥ ഇവർക്ക് എന്തറിയാമെന്നാണ്? ഇന്ത്യയിൽ ചായക്കടക്കാരന് മാത്രമല്ല പ്രധാനമന്ത്രിയാകാൻ പറ്റുന്നത്. ഇന്ത്യയിലെ പൗരയായ, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പാസ്പോർട്ടുള്ള പൗരയായ, ഇന്ത്യയുടെ ID അനുസരിച്ച് ഇവിടുത്തെ പൗരനോ പൗരയോ ആയിട്ടുണ്ടെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞ ഇലക്ഷനിൽ നിന്ന് അവർ ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് ആകാൻ പറ്റും. ആരാ പറഞ്ഞ ഈ തള്ളയുടെ അടുത്ത് അത് പറ്റത്തില്ല എന്ന്? അത് പറ്റും, തൊള്ളതൊടാതെ വിഴുങ്ങാൻ അത്ര ബുദ്ധിമുട്ട്. പോയി ചത്തുകളെ, അതല്ലേ നല്ലത്? നീ ജീവിച്ചിരിക്കുന്നത് ഭൂമിക്ക് തന്നെ ഭാരമാണ് ഈ ശവം. എവിടെയെങ്കിലും കിടന്ന പുഴുത്ത് ചീഞ്ഞ് നാറുമെന്നല്ല ഒരു പട്ടിയും തിരിഞ്ഞു നോക്കരുത്. ഇവളെയും തൂക്കിക്കൊണ്ട് നടക്കുന്ന BJP-കാരോട് ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് മനുഷ്യന്മാരാണോ? ഈ സ്ത്രീയുടെ ഈ സപ്പോർട്ട് വേണം. നിങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യം ഭരിക്കുക? ഇവിടെ ഇത്രയും മിക്സഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എങ്ങനെയാണ്? കേരളത്തിൽ നിന്നുള്ളൊരു സ്ത്രീയാണ് ഈ വർത്തമാനം പറയണമെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇത്രയും വൃത്തികെട്ട മനോഘടന വേറെ ആർക്കുണ്ട്? ഇവര് ജനാധിപത്യ വിരുദ്ധമല്ല പറയണം, ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന അത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ള ഒരു ഭരണഘടനയാണ്. എത്രത്തോളം വകതിരിവുകൾ മാറ്റങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് അറിയാമോ?
പിന്നെ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിൽ എനിക്ക് വിയോജിപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്ന ഈ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു ഇതുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആളുകളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന്. അത് അങ്ങനെ ഒരെണ്ണം വെക്കേണ്ട ഗതികേട് വന്നത് ഇവിടെ ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ, അതുകൊണ്ടുള്ള എതിർപ്പാണ്. അല്ലാത്ത പക്ഷം 100% നമ്മളുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. ബീറ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ഭരണഘടന ലോകരാജ്യങ്ങളിലേ ഇല്ല. ദൈവത്തിനെ തോപ്പിച്ച ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഉണ്ട്. ഇവിടെ ഏത് ഇതിനകത്ത് എടുത്താലും ഇൻ ദ നൈം ഓഫ് കോഡ് എന്നാണ് അതിന്റെ ആമുഖത്ത് തുടക്കം തന്നെ അങ്ങനെ, ഇൻ ദ നൈം ഓഫ് കോഡ് എന്നാണ്. പക്ഷേ ഈ നമ്മുടെ ഭരണഘടനയിലല്ല വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ്. അതിന്റെ ആ മാറ്റം മനസ്സിലാക്കുക. അത്രയും ബോധ നിലവാരമുള്ള മനുഷ്യർ ഐക്യപ്പെട്ട് അവരെല്ലാവരും കൂടെ ചേർന്നെടുത്ത തീരുമാനത്തിൽ വന്ന ഒരു കാര്യമാണ്. വിഭജനം, വിഘടനം, ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു രാജ്യത്തെ നശിപ്പിക്കുന്നുള്ള തെളിവാണ്. നമ്മൾ നേരിട്ട 100 വർഷത്തെ അപമാനം, 100 വർഷത്തെ അക്രമം, അടിമത്തം, അത് നമ്മൾക്ക് നേരിട്ടത് എന്തുകൊണ്ടാണ്? അതിൽ നിന്ന് മുക്തമായി നമ്മൾ കഷ്ടപ്പെട്ട് എഫർട്ട് എടുത്ത് മുന്നേറി വരികയാണ് ചെയ്തത്. അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്? എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. 36 ഇവിടെ ക്ഷേത്രപ്രവേശനം പോലും വന്നിട്ടുള്ളത്. അത്രത്തോളം മനുഷ്യരെ നികൃഷ്ടരും അധമരുമാക്കി മാറ്റി നിർത്തപ്പെടുന്ന ഒരു രീതി വന്നപ്പോഴത്തേക്കാണ് പുറത്തു നിർത്തം ഇവിടെ കുട്ടിക്കയറി ഭരണം നടത്തിയത്. 100 വർഷം ആട്ടിപ്പടച്ചത്. ഉള്ള അസറ്റ് അത്രയും വാരി അള്ളിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തവരിവിടെ ഡൊണേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും വാരി അള്ളിക്കൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ നിന്നത് നമുക്കില്ലാത്ത യൂണിറ്റി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോഴും മനുഷ്യരായി പരിഗണിക്കാത്ത മൃഗതുല്യമായ മനസ്സുള്ള, മൃഗങ്ങളെ പറഞ്ഞ മൃഗങ്ങൾക്ക് അപമാനമാണ് ഉള്ള മനുഷ്യ സ്ത്രീയാണോ ഇവരെന്താ ഈ പറഞ്ഞുണ്ടാക്കുന്നത്? ഇനി ഇതിന്റെ ഒരു ഇമ്പാക്ട് ഞാൻ കാണിച്ചു തരാം, കാണുക. ആ സ്ത്രീക്ക് അറിയത്തില്ല ആ സ്ത്രീ ചെയ്യുന്ന തെറ്റിന്റെ ഡെപ്ത് എന്താണെന്ന്. ഇത് എനിക്ക് കുഞ്ഞാലിക്കുട്ടിയോടാണ് പറയാനുള്ളത്. ഇത് പൊതുസമൂഹം ഇതിന് റിയാക്ട് ചെയ്യുന്നതിൽ എത്രയോ ബെറ്റർ ഒരു ജനങ്ങളെ പ്രതിനിധീകരിച്ച് ജയിച്ച് ഒരു പൊസിഷൻ ഹയർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ ജനങ്ങൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ അത് ഇവക്ക് കൊടുക്കുന്ന പണിഷ്മെന്റിലൂടെ ആയിരിക്കും. നിങ്ങൾ കർശനമായി നിയമ നടപടി എടുക്കണം. കാരണം നിങ്ങളുടെ അസ്തിത്വത്തിനെയാണ് അവർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ പൗരനായ ഒരു വ്യക്തിയെ ഇത്രയധികം മോശമായ രീതിയിൽ അവഹേളിക്കാൻ ഈ സ്ത്രീക്ക് ആരധികാരം കൊടുത്തു? എന്താണ് ഒരു കമ്മ്യൂണിറ്റിയോട് ഇവർക്ക് ഇത്ര ദേഷ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ പള്ളികളിലൊക്കെ പോയി പിന്നെ മറ്റേത് തപ്പുന്നു. അതുപോലെ ക്രിസ്ത്യൻസിനോട് അവർ കാണിക്കുന്ന ഒരു ഇത് ഒരാൾക്കല്ല, അല്ല പഴുത്തല വീഴുമ്പോൾ പച്ചല നിന്ന് കിണിക്കുന്ന കണക്കാണ് ബാക്കിയുള്ളവർ. ആദ്യം ഈ ഒരു വിഭാഗത്തിനെ അവർ അഡ്രസ് ചെയ്യും, അവരെ ഒഴിവാക്കും, അതിനുശേഷം പിന്നെ ജാതീയത കൊണ്ടുവരും, എന്നിട്ട് അതിന്റെ മേളിൽ കിടന്ന് തുള്ളിക്കളിക്കും. ഈ തള്ള ഒരു സ്ഥിരതയും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. പല വാക്കുകളാണ്. വേടന്റെ നേരെ നിന്ന് നിലനിന്നില്ലായിരുന്നു. അവന്റെ ജാതിയായിരുന്നു അവർക്ക് പ്രശ്നം. തലയ്ക്ക് തല നിറച്ചും ജാതീയത, വർഗീയത അങ്ങനെ കുത്തിത്തിരിക്കി കൊടുത്തിരിക്കുകയാണ്. ഇതുമൂലം നാടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് പറഞ്ഞു വരുന്നത്. നാട്ടില് സ്പർദ്ധ ഉണ്ടാകും, പരസ്പരം വെട്ടും കുത്തുമായിട്ട് നിൽക്കും. ആ സ്ത്രീ ഉണ്ടല്ലേ, നീക്ക പോടാ, നാട്ടിൽ പോടാ, നീക്ക പാകിസ്ഥാനി പോടാ, എന്ത് ഉത്സാഹത്തിലാണ് സ്ത്രീ എന്ന് പറയണേന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് തന്നെയല്ലേ പൂഞ്ഞാറിൽ ആ നാറി ചെയ്തത്? പൂഞ്ഞാറ്റിലെ നാറി ചെയ്തത് അതായിരുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? പൂഞ്ഞാറ്റിലെ നാറിക്ക് ഭയങ്കര ഇതാണെന്ന് പറഞ്ഞ് വീട്ടിന്റെ മുമ്പിൽ വന്നവരൊക്കെ അത് പറയണേ ഇത് പറയും. വീട്ടിനകത്തേക്ക് വരെ ആൾക്കാർ വന്ന് തെറി വിളിക്കുന്ന അവസരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ടാണ്? വർഗീയത. ഇതിനുള്ള മറുപടി ഷെഫീന കൊടുത്ത മറുപടി തന്നെ മാസാണ്. ഞാൻ അതിനകത്ത് ചിലത് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ലീഗിന്റെ ഒരു പ്രകടനം വരുമ്പോഴത്തേക്ക് ഒരു വേട്ടാവളിത്തി സംഗണിച്ച് കിടന്ന് പൊളയ്ക്കുന്നത്. കാരണം ഇത് ഞങ്ങളുടെ രാജ്യമാണ്, നീയൊക്കെ വേണമെങ്കിൽ പാകിസ്ഥാനിലോട്ട് വെക്കാം. ഇവളുടെ അപ്പൻ ശ്രീധനം കിട്ടിയതാണല്ലോ രാജ്യം, കാലേ വാരി നിലത്തടിക്കണം ഇവളുടെയൊക്കെ. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിച്ച ഒരു വ്യക്തിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. 85,000 മേളിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജയിച്ചത്. മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹൈന്ദവ സഹോദരങ്ങളെല്ലാം കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ ജാതി മതം നോക്കാതെയാണ് ഈ വയനാട്ടിൽ ലീഗ് 51 വീടുകൾ വെച്ചു കൊടുത്തത്. ലീഗ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനം നടത്തി. എന്നാൽ ലീഗിൻ്റെ ചില അണികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അതിനൊക്കെ നമ്മൾ ശക്തമായ ഭാഷയിൽ നമ്മൾ അപലപിച്ചതും കൂടിയാണ്. അപ്പം ഇതുപോലെ ഭൂമിക്ക് ഭാരമായി നിൽക്കുന്ന ഇതുപോലത്തെ പുഴുത്ത ചില ജന്മങ്ങളുണ്ടല്ലോ, എവറ്റുകളൊന്നും വെറുതെ വിടരുത്. ഇപ്പം കോൺഗ്രസ് അധികാരത്തിൽ കയറിയാൽ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഈ നായ്ക്കളെ തൂക്കിയെടുത്ത് അകത്താക്കണം. ഇത് ഇനി ഒരെണ്ണം പോലും ഇതുപോലെ അപരമത വിദ്വേഷം നടത്താൻ പാടില്ല. നിങ്ങൾ എൻ്റെ വീഡിയോ എല്ലാം ശ്രദ്ധിച്ചു വയ്ക്കൂ. ഞാൻ ഈ സംഖ്യകൾക്കും കാസകൾക്കെതിരെ മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. ഇവിടുത്തെ ബാക്കിയുള്ള ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാറില്ല. പച്ചയ്ക്ക് വർഗീയത പറയുന്ന മതം തലക്ക് പിടിച്ച മതയോളികൾക്ക് മാത്രമേ ഞാൻ ഇതുവരെ മറുപടി കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു വിശ്വാസത്തിലും ഞാൻ കയറി കൈയടത്തിയിട്ടില്ല, ഒരു മതത്തിൻ്റെ ഇതിൽ ഞാൻ കൈയടത്തിയിട്ടില്ല. അപ്പം ഇതുപോലെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും ഈ രാജ്യത്ത് ജനിച്ചു വളർന്ന പൗരന്മാരെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വായടപ്പിക്കേണ്ടത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം രംഗത്തിറങ്ങിക്കൊണ്ട് ഇതുപോലത്തെ വിഷജീവികളുടെയൊക്കെ പത്തി അടിച്ചു പൊളിക്കണം.
അതാണ് കേരളത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും ഷെഫീന കൊടുത്തിട്ടുള്ള മറുപടി എനിക്ക് പെരുത്ത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും